എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു? അപ്പോൾ ഇന്നലത്തെ ഫീലിങ്സിൻ്റെ വീഡിയോ കണ്ടില്ലേ? നല്ലതായിരുന്നില്ലേ? നല്ല ഫീലിങ്സ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്ന് ഫീലിങ്സ് തോട്ട്സിന് ഒരു ബ്രേക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഒപ്പീനിയൻ നിങ്ങളെക്കുറിച്ചുള്ള എന്താണ്, വല്ല മാറ്റമുണ്ടോ? നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളത് തന്നെയാണ് അല്ലേ? കാരണം നമ്മൾക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എന്തെങ്കിലും മാറ്റങ്ങൾ അവർ നിങ്ങളുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഒരു ചെറിയൊരു റീഡിങ്. ഓക്കെ, തോട്ട്സ് ഞാൻ നാളെ നോക്കിത്തരാം കേട്ടോ. തോട്ട്സ് ആൽഫബറ്റ്സ് വെച്ച് വേണോ അതോ റെഗുലർ മതിയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ ഇടും. ഓക്കെ, ആൽഫബറ്റ്സ് വെച്ച് ചെയ്യണമെങ്കിൽ ഇച്ചിരി സമയം എടുത്ത് ചെയ്യേണ്ടതാണ്. അല്ല, ജനറലായിട്ട് തോട്ട്സ് മതി എന്നുണ്ടെങ്കിൽ അത് ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ തോട്ട്സ് നമ്മൾ ഫീലിങ്സ് ചെയ്തതുപോലെ നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് വേഴ്സസ് തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള തോട്ട്സ് അങ്ങനെയും ചെയ്യാം. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നാളെ അല്ലേ. നാളെ അങ്ങനെ ചെയ്തു നോക്കാം. ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. രണ്ടാളെക്കുറിച്ചുള്ള തോട്ട്സ് എന്താണെന്നുള്ളത് ഫീലിങ്സ് മാത്രമേ ഞാൻ അങ്ങനെ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം. ഈ ക്യാൻഡിൽ കണ്ടോ? ഇത് ക്യാൻഡിലാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു 3 വീക്ക് ക്യാൻഡിലാണ്. അതൊരു പ്രോസ്പെരിറ്റി റിലേറ്റഡ് ആയിട്ട് അവർ ഓൾറെഡി ഇത് ചെയ്ത് തന്നതാണ്. എന്താ പറയുക, മാനിഫെസ്റ്റ് ചെയ്ത് തന്നതാണ് എനിക്ക്. ആക്ച്വലി ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഒരാൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. താങ്ക് യു. തന്നതാരാന്ന് അവർക്കറിയാം. താങ്ക് യു സോ മച്ച് കേട്ടോ. വല്ലാതൊരു ബ്യൂട്ടിഫുൾ സ്മെൽ. അതിൻ്റെ ലാവൻഡറുടെ സ്മെല്ലാണ്. ലാവൻഡർ ഇല്ല, ഇതിൻ്റെ സ്മെല്ലാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ആ പൂജാമുറി തന്നെ ആകെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് മണം പോലെ തോന്നുക. നിങ്ങൾക്കത് കിട്ടുമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. ലാവൻഡർ സ്മെൽ സെൻറ്റഡ് ക്യാൻഡിലാണ്. ഓക്കെ, ലാവൻഡർ സെൻറ്റഡ് ക്യാൻഡിൽ വളരെ നല്ല മണം. ഇത് 3 വീക്കാണ്. അത് 3 തിരി ഉണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, 3ആയിട്ട്. അതിപ്പോൾ ചൂട് പിടിച്ചിരിക്കുക, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. പറയണം തോന്നി. വളരെ ബ്യൂട്ടിഫുൾ സ്മെല്ലായിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ തുടങ്ങാം നമുക്ക്. ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവാതിരിക്കാം. ഓക്കെ, കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്, നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഒരു പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുക്കുമ്പോഴേ നിങ്ങളുടെ ആക്ച്വൽ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കുള്ളൂ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം. ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തോളുക. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറക്റ്റായിട്ടുള്ള ഒപ്പീനിയൻ എന്താണ് അവരെക്കുറിച്ച്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഒപ്പീനിയൻ എന്താണ്, എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഒപ്പീനിയൻ എന്താണ് അവരെക്കുറിച്ച്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഒപ്പീനിയൻ എന്താണ് അവരെക്കുറിച്ച്. അവരെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്. എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അഭിപ്രായം എന്താണ് അത് പറഞ്ഞു തരാമോ? എടുക്കട്ടെ. King of Swords. Oh, okay. Knight of Wands. King of Cups. Okay. Queen of Pentacles. Okay. Star. Sun. സ്റ്റാറും സണ്ണും 3 ഒക്കെ എല്ലാത്തിലും വരും അല്ലേ. സ്റ്റാറും സണ്ണും കേട്ടോ. അതേപോലെ 7 of Swords. ഓക്കെ, ഐ ലവേഴ്സ് അതും വരും. Queen of Swords. ആകുമ്പോ Knight of Pentacles. ഓക്കെ, 9 of Pentacles. 5 of Wands and Hangman. Bottom of the deck, Hangman. Okay, 2 തരം ഒപ്പീനിയനും ഉണ്ട് നിങ്ങളെക്കുറിച്ച് കേട്ടോ. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇതിൽ എന്ത് വന്നാലും അത് ഓവർലി മനസ്സിലേക്ക് എടുത്ത് വെറുതെ ടെൻഷൻ അടിച്ച്
അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട. ഓക്കെ. പിന്നെ പേഴ്സണൽ റീഡിങ്ങിൽ വന്നവർ ചിലർ എൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ചിലപ്പോൾ ലൈവിൽ ഞാൻ വന്ന് ചെയ്യുമ്പോൾ, അതായത് ലൈവിൽ നമ്മൾ കാർഡ്സ് എടുക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റീവ് റീഡിങ് വന്ന് കാണും. പക്ഷേ പിന്നീട് നമ്മൾ പേഴ്സണൽ റീഡിങ്ങിന് പ്രോപ്പറായിട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു നെഗറ്റീവ് റീഡിംഗ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ. അന്നേരം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ എങ്ങനെ പറ്റും എന്ന് ചോദിച്ച ചിലരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിപ്ലൈ. അവർക്ക് മാത്രമല്ല, നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. ലൈവിൽ നമ്മൾ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാർഡ്, നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് നെയിം മാത്രമേ പറയുള്ളൂ അല്ലേ, ഫുൾ നെയിം ഒന്നും പറയണ്ടാവില്ല. രണ്ടാളുടെയും ഫസ്റ്റ് നെയിം മാത്രമേ പറയണ്ടാവുള്ളൂ. ഞാൻ അത് വെച്ചിട്ട് ആ 2-3 സെക്കൻഡിൽ നിങ്ങളുടെ കാർഡ്സ് ഷഫിൾ ചെയ്ത് കാർഡ്സ് പുൾ ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ആ സമയം കിട്ടുന്ന മെസ്സേജ് എന്താണോ അതാണ് ഞാൻ നിങ്ങൾക്ക് അവിടെ വായിച്ചു തരുന്നത് അല്ലേ. പക്ഷേ നമ്മൾ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ, ഓക്കെ, പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെ എല്ലാം ചോദിച്ചതിന് ശേഷം ലൈവിൽ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞാലും എനിക്ക് ആ 2-3 സെക്കൻഡാണ്. കാരണം അവിടെ 100-200 പേര് വെയിറ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പം ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നതെല്ലാം വായിച്ചു പോവുകയാണ് കേട്ടോ. പക്ഷേ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഡീറ്റെയിൽഡായിട്ട് സമാധാനമായിട്ട് ഞാനിരുന്ന് എൻ്റേതായ സമയത്താണ് ഞാൻ ചെയ്യുന്നത് അല്ലേ. ഞാൻ റിലാക്സ്ഡ് ആയിരിക്കും. ഞാൻ ചിലപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്തതിന് ശേഷം ഉടനെ ആയിരിക്കും നിങ്ങളുടെ റീഡിങ് ചെയ്യാനിരിക്കാൻ. മിക്കവാറും അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥനയോട് കൂടിയാണ് ഞാൻ ചെയ്യുക. കാരണം എനിക്ക് സമയമുണ്ട്. സമയം ഉള്ളപ്പോഴേ ഞാൻ ചെയ്യാറുള്ളൂ പേഴ്സണൽ റീഡിങ്. വളരെ ശാന്തമായ മനസ്സിലിരുന്നിട്ടാണ് ഞാൻ പേഴ്സണൽ റീഡിങ് ചെയ്യാറ്. കാരണം നിങ്ങൾക്കത് മാക്സിമം പോസിറ്റിവിറ്റിയോടുകൂടി പ്രൊവൈഡ് ചെയ്യണം. എക്സാക്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ. അപ്പോൾ ലൈവിൽ വേറൊരു റീഡിങ്, പേഴ്സണൽ റീഡിങ്ങിൽ വേറൊന്ന് കിട്ടി. പേഴ്സണൽ റീഡിംഗ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ. പേഴ്സണൽ റീഡിങ്ങിൽ എന്താണോ വന്നത് അത് തന്നെയാണ് അവിടെ കറക്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. കാരണം അത് സമയമെടുത്ത് ഒരുപാട് നിങ്ങളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്ത് നമ്മൾ നോക്കുന്ന കാർഡ്സാണ്. വളരെ ക്ഷമയോടെയും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടും നമ്മൾ നോക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആണ് വാലിഡ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ലൈവിൽ വന്ന് പറയുന്നത് ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ശരിയാണ്, അല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷേ ഡിപ്പെൻസ്, നിങ്ങൾ തരുന്ന ഡീറ്റെയിൽസ് എന്താണ്. ചിലർ വന്നിട്ട് എൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, ഈ പേഴ്സൺ ആരാന്ന് എനിക്കറിയണ്ടേ അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യും, എനിക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയും ഇന്ന ആളുടെ മിസ്റ്റർ എ ചോദിക്കുന്നു വൈയുടെ ഫീലിംഗ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ പേഴ്സൻ്റെ ഫീലിംഗ് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാനതങ്ങ് ചോദിച്ചു പോവും. ഞാനവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞു പിന്നെ ഞാൻ നോക്കി, എന്നിട്ട് ഞാൻ പറയാറുണ്ട്. അത് ആദ്യം അധികം തിരക്കില്ലെങ്കിൽ ഞാൻ പറയാറുണ്ട്. എന്നിട്ടും എന്നാലും ആരും അത് കറക്റ്റായിട്ട് തരാറില്ല. അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ എപ്പോഴും പേഴ്സണൽ റീഡിങ് തന്നെയാണ് കൂടുതൽ ആപ്റ്റായിട്ട് ഉള്ളത് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ എല്ലാവരും പേഴ്സണൽ റീഡിങ് എടുക്കണം എന്നൊന്നും അല്ല, അതൊന്നും അല്ല, അതൊരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് പറഞ്ഞതൊന്നും അല്ല. സംശയം ചോദിച്ചവർക്കായിട്ടുള്ള മറുപടിയാണിത്. അതുകൊണ്ട് ക്ലാരിഫൈ ചെയ്തു എന്ന് മാത്രം കേട്ടോ. പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എടുക്കൂ, ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ. യാതൊരു നിർബന്ധവും ഇല്ല, ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയല്ല. ഓക്കെ. ഹാപ്പി ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, എനിക്കതാണ് വേണ്ടത്. ഓക്കെ, തുടങ്ങാം. കിങ് ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് നിങ്ങൾ ഇത്തിരി ദേഷ്യം ഉള്ളിൽ വെക്കുന്ന ആളാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നു. അതായത് ഓവർലി പ്രാക്ടിക്കലാണ് നിങ്ങൾ എന്നും ഇവർക്ക് തോന്നാറുണ്ട്. ഇത്രയും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ, മനുഷ്യനിൽ ഇമോഷൻസ് ഉണ്ടാവില്ലേ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. വൈസ് വേർസയും ആവാം. വൈസ് വേർസ പറയുന്നത് എന്താണ്, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നതും ആവാം ഇത് കേട്ടോ. അങ്ങനെ ഉണ്ടാവാറുണ്ട്. കാരണം നിങ്ങളുടെ എനർജി ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ തിരിച്ചു ആയിരിക്കാം, അങ്ങനെയും എടുത്തോളണം. അവിടെ ഇവരെ വിചാരിക്കുന്ന ഇത്രയും പ്രാക്ടിക്കാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. മനുഷ്യനാണ്, മനുഷ്യൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാം, അല്ലാതെ ഇങ്ങനെ കല്ലുപോലെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കേണ്ട കാര്യമില്ല. എന്തിനാ ഇത്രയ്ക്കൊക്കെ ബലം പിടിച്ചിരിക്കുന്നത് എന്ന് ഇവർക്ക് തോന്നാറുണ്ട്. ഓക്കെ. നൈറ്റ് ഓഫ് വോൺസ് വെച്ചിട്ട് ചിലർ വിചാരിക്കുന്നത് നിങ്ങൾ ഓവർ പാഷനേറ്റ് ആണ്. അതായത് ഇവരെ ഇമ്പൾസീവാണ്, പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. ഹൈ എനർജിയിൽ നിൽക്കുന്ന ഒരാളാണ്. ഇവർക്ക് നിങ്ങളുടെ എനർജിയുടെ ആ ലെവലിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ.
നിങ്ങൾ ഇമ്പൾസീവാണ്, എടുത്തു ചാടി നിങ്ങൾ മനസ്സിൽ തോന്നുന്ന കാര്യം അപ്പം തന്നെ തുറന്നു പറയും. ഇവർക്ക് നിങ്ങളുടെ അതിന് മാച്ച് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് എന്നിവർക്ക് തോന്നുന്നുണ്ട്. ഓവർ പാഷനേറ്റ് ആണ് എന്ന് തോന്നാറുണ്ട്. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ സ്നേഹം അവർക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് സ്നേഹമുള്ള ആളാണ് എന്നവർ വിശ്വസിക്കുന്നു. അതുപോലെ ഇമോഷണലായിട്ട് നിങ്ങൾ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയൊന്നും എന്താ പറയുക, ആലോചിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന, അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളും മനസ്സിലാക്കി അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കാതെ നിങ്ങളുടെ റിലേഷൻ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാൾ എന്ന് തന്നെയാണ് ഇവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് കേട്ടോ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങൾ പലരും ജോലി, രണ്ടുപേരും തന്നെ, അതായത് ആണായാലും പെണ്ണായാലും ഏണിംഗ് ആയിട്ടുള്ള ആളാണ്, അത് ജോലി ഉള്ള ആളാണ്. വളരെ കെയർ എല്ലാവർക്കും കൊടുക്കുന്ന ഒരാളാണ്. സഹായം ചോദിച്ച് വരുന്നവരെ നിങ്ങൾ എന്താ പറയുക, ഇല്ല എന്ന് പറഞ്ഞ് അയക്കാറില്ല. പ്രാക്ടിക്കലായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ള, വളരെ നന്നായിട്ട് ഫൈനാൻസസൊക്കെ, പൈസയൊക്കെ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന, വളരെ ബഹുമാനം തോന്നത്തക്ക രീതിയിലുള്ള ഒരാളാണ് നിങ്ങൾ എന്നും ഇവർക്ക് തോന്നാറുണ്ട് കേട്ടോ. ജോലി സംബന്ധമായിട്ടൊക്കെ നിങ്ങൾ വളരെ പ്രാഗൽഭ്യമുള്ള ഒരാളായിരിക്കണം. ഇവർക്ക് അതിനെ പറ്റിയൊക്കെ നിങ്ങളുടെ അടുത്ത് റെസ്പെക്റ്റും ബഹുമാനവും തോന്നാറുണ്ട്. ഓക്കെ, സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ ഇവർക്ക് തോന്നാറുണ്ട്. അതായത് നിങ്ങൾ എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്ത് പോസിറ്റിവിറ്റി ആയിരിക്കും എന്നിവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് നിങ്ങൾ സഹായങ്ങൾ ചെയ്ത് കാണണം, ഇവർക്കുൾപ്പെടെ, നിങ്ങളുടെ പേഴ്സൺ ഉൾപ്പെടെ നിങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചെയ്ത് കാണണം. അവരൊക്കെ തന്നെ നിങ്ങളെപ്പറ്റി നല്ലത് പറയുന്നതും ഒക്കെ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. അതൊക്കെ കേൾക്കാൻ അവർക്ക് അത് നല്ലത് അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ് എന്ന് ഇവർ ചിന്തിക്കാറുണ്ട്. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണെന്ന്, ദൈവാനുഗ്രഹം നല്ലപോലെ ഉള്ള ഒരാളാണ് എന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഗുഡ് ലക്കാണ് എന്ന് ഇവർ ചിന്തിക്കാറുണ്ട്. സൺ കാർഡ് വെച്ച് വീണ്ടും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആളാണ്. ചുറ്റും സന്തോഷം വിതറുന്ന, നിങ്ങളൊരു റൂമിൽ വന്നിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ ചുറ്റുമുള്ളവർക്ക് ഒരു സന്തോഷം തോന്നും. നിങ്ങളുടെ ചിരി, നിങ്ങളുടെ സംസാരം, അവരെ ഗ്ലൂമി ആയിരിക്കുന്നവരെ പോലും നിങ്ങൾ സംസാരിച്ച് വളരെ പോസിറ്റീവ് ആക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട്. അവർക്ക് എന്താ പറയുക, വിഷമിച്ചിരിക്കുന്നവരെ പോലും നിങ്ങളൊന്ന് സന്തോഷിപ്പിച്ച്, സംസാരിച്ച്, സമാധാനിപ്പിച്ച് അങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളാണ്. നിങ്ങളും വളരെ പോസിറ്റീവായിട്ട് ഉള്ള ഒരാൾ തന്നെയാണ്. ഒരുപാട് വെളിച്ചം മറ്റുള്ളവരുടെ ലൈഫിൽ കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ് നിങ്ങളെന്ന് തന്നെയാണ് ഇവർ കരുതുന്നത് കേട്ടോ. ചില കാര്യങ്ങൾ മനസ്സിൽ അടക്കി പിടിക്കുന്നു എന്ന് ഇവർക്ക് തോന്നാറുണ്ട്. നിങ്ങളുടെ വിഷമങ്ങളാവട്ടെ, കഷ്ടതകളാവട്ടെ നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാറില്ല. എല്ലാം മനസ്സിൽ ഒതുക്കി വെച്ച് നിങ്ങൾ തനിയെ കഷ്ടപ്പെടുന്നു എന്നൊരു ചിന്ത ഇവർക്കുണ്ട്. ഇവരോട് എന്തുകൊണ്ട് ഷെയർ ചെയ്തുകൂടാ, എന്നോട് പറഞ്ഞൂടെ, എന്താണ് വിഷമമെന്ന് എന്നോട് പറഞ്ഞൂടെ, എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞൂടെ, ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യില്ലേ എന്നുള്ളൊരു ചിന്ത ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഇവർക്ക് തോന്നാറുണ്ട്. അതേപോലെ ലവേഴ്സ് കാർഡാണ് അടുത്തത്. അവിടെ അവർ നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ഇവർക്ക് യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾ വന്നതിന് ശേഷമാണ് ഇവർക്ക് യഥാർത്ഥ സ്നേഹം എന്താണ് എന്ന് മനസ്സിലായത്. പരസ്പര സ്നേഹം തന്നെയാണ് എന്നിവർ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ അവരുടെ സോൾമേറ്റാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ട്വിൻ ഫ്ലെയിം ആണ് എന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട്. ഡീപ്പ് ലവ് ആണ് അവിടെ കാണുന്നത്. ഏറ്റവും അഗാധമായൊരു സ്നേഹമാണ് നിങ്ങൾക്ക് അവരോടുള്ളത്. അത്രയും സ്നേഹമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഇവർ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് അവരുടെ ഒപ്പീനിയൻ കേട്ടോ. ക്വീൻ ഓഫ് സോർട്സ് എഗെയിൻ, ഇത് ഒരു കപ്പിളാവാൻ സാധ്യതയുണ്ട്. കിങ് ഓഫ് സോർട്സും ക്വീൻ ഓഫ് സോർട്സും നിങ്ങളുടെ സ്പൗസിനെ പറ്റി ചിന്തിക്കുന്ന ചിന്തകളായിരിക്കാം ഇത്. ഓക്കെ, ഇവിടെ അവർ വിചാരിക്കുന്നത് ഇവർ വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, അതായത് ഡിസിപ്ലിൻ വിട്ടിട്ട് യാതൊരു കളിയുമില്ല നിങ്ങൾക്ക്. കുറച്ച് ദേഷ്യം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന, മനസ്സിൽ തോന്നുന്ന കാര്യം വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ് ഈ ക്വീൻ ഓഫ് സോർട്സ്. ഓക്കെ, വളരെ ക്ലിയറായിട്ട് ചിന്തിക്കുന്ന, കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല അവിടെ. വളരെ കാമായിട്ടിരുന്ന് എന്താ പറയുക, എവിടെയാണോ വരയിടേണ്ടത് അവിടെ വരയിട്ട് നിർത്താൻ നിങ്ങൾക്കറിയാം. അതായത് വെട്ടി തുറന്ന് വെട്ടൊന്ന് മുറി രണ്ടെന്ന് പറയില്ലേ, അതുപോലെ
കാര്യം വെട്ടി തുറന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന് ഇവർ ചിന്തിക്കാറുണ്ട്. ഓക്കെ, അവർക്കത് സാധിക്കാറില്ല. അവർക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവർ മിണ്ടാതിരിക്കും. പക്ഷെ നിങ്ങളങ്ങനെയല്ല. എതിരഭിപ്രായം തോന്നുന്ന അവിടെ നിങ്ങൾ വെട്ടി തുറന്ന് നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയും. അങ്ങനെ ഒരു അഭിപ്രായം അവർക്കുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ. വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് നിങ്ങൾ ഒരു പക്ഷേ സ്ലോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഭയങ്കര സ്പീഡിൽ ഒരു കാര്യം തീർക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ വളരെ എന്താ പറയുക, ഒരു റുട്ടീൻ ആയിട്ട് ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കര എഫിഷ്യൻ്റായിട്ട് അത് എങ്ങനെയാണോ അത് ചെയ്യേണ്ടത് അതിൻ്റെ ഏറ്റവും പെർഫെക്ഷനിൽ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കും. അങ്ങനെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇത് എസ്പെഷ്യലി വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ജോലിയിൽ നിങ്ങൾ വളരെ പ്രാഗൽഭ്യമുള്ള, ഇപ്പം നിങ്ങൾ വീട്ടമ്മയാണ്, കുക്കിംഗ് ആണ് നിങ്ങളുടെ ജോലി, നിങ്ങൾ വീട് സൂക്ഷിക്കുന്നതാവട്ടെ, കുക്കിംഗ് ആവട്ടെ, നിങ്ങളുടെ ഫാമിലിയെ നോക്കുന്നതാവട്ടെ, അതെല്ലാം ഇവർ നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്ത് കണ്ടു പഠിക്കണം. നിങ്ങൾ അവർ കുക്ക് ചെയ്യുന്നതിൻ്റെ ആ പെർഫെക്ഷൻ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, ആ വീട് വെച്ചിരിക്കുന്ന നോക്കൂ എന്ത് രസമായിട്ടാണ് എന്ന് പറയില്ലേ, ആ രീതിയിൽ. അതേസമയം നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെയും എന്ത് പെർഫെക്റ്റായിട്ടാണ് അവരെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് 100% കറക്റ്റായിട്ട് അവർ ചെയ്തു തരും എന്നുള്ള അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയില്ലേ നമ്മൾ. അങ്ങനത്തെ ഒരാളാണ് നിങ്ങൾ എന്നിവർ വിചാരിക്കുന്നു കേട്ടോ. അതേപോലെ 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ നിങ്ങൾ വളരെ സെൽഫ് റെസ്പെക്റ്റുള്ള, സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള, അതായത് സ്വയം ബഹുമാനിക്കാൻ നിങ്ങൾക്കറിയാം. നിങ്ങൾ ആരെയും ഒരു കാര്യത്തിനും മറ്റുള്ളവരെ നോക്കി നിൽക്കാറില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്ന രീതി ആയാലും നല്ലതായിട്ട് ഡ്രസ്സൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കണം. ഒരുങ്ങാനൊക്കെ ഇഷ്ടമുള്ള ആണായാലും പെണ്ണായാലും കേട്ടോ. വൃത്തിയായി ഡ്രസ്സ് ചെയ്യാൻ ശ്രദ്ധിക്കുന്ന, അതേപോലെ പൈസ ഒക്കെ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്ന, സ്വന്തമായി സമ്പാദിക്കുന്ന, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന, നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒന്ന് നോക്കാൻ തോന്നും. ആ രീതിയിൽ വളരെ അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ, സ്വയം ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്ന, സ്വയം കോൺഫിഡൻസ് ഉള്ള, എന്ത് ചെയ്യാനും നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആണ്. ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ നിങ്ങൾക്ക് ഭയമില്ല. നിങ്ങൾ കാണാനും നല്ല ഒരാളായിരിക്കണം കേട്ടോ. അതേപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു കാര്യം വേണം അല്ലെങ്കിൽ ചെയ്യണം, നിങ്ങൾ ആരെയും നോക്കി നിൽക്കാറില്ല, നിങ്ങൾ ധൈര്യമായി ഇറങ്ങിപ്പോയി ചെയ്യും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ പ്രതി റെസ്പെക്റ്റാണ് കേട്ടോ ഇവർക്ക്. നിങ്ങളെ പ്രതി റെസ്പെക്റ്റാണ്. നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ പ്രാഗൽഭ്യമായിരിക്കും. നിങ്ങൾക്കതിൽ നിന്ന് സാമാന്യം നല്ല വരുമാനവും കിട്ടുന്നുണ്ടായിരിക്കും. ചിലർ ആലോചിക്കേണ്ട അവരുടെ പേഴ്സൺ, നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ്, പെട്ടെന്ന് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന ഒരാളാണ്. അതേപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഫീൽഡിൽ നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റീഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നും ഇവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ലൈഫല്ല, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞാൽ ഒരു കൺഫ്യൂസ്ഡ് ആയി പോകുന്നൊരു സിറ്റുവേഷൻ അവിടെ വരുന്നുണ്ട് എന്ന് ഇവർ ചിന്തിക്കുന്നു കേട്ടോ. ചെറിയതായിട്ട് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു വ്യക്തിയാണ് എന്ന് കരുതുന്നുണ്ട്. അതേപോലെ ഹാൻഡ് മാൻ വെച്ചിട്ട് ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ കുറച്ച് സ്വയം ഹീലിംഗ് ഒക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നും ഇവർ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ സ്വയം സ്റ്റക്കാക്കിയിട്ട് അവിടെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സാക്രിഫൈസ് ചെയ്യുക. ഇപ്പോൾ കുടുംബത്തിന് വേണ്ടി ആവട്ടെ, കുട്ടികൾക്ക് വേണ്ടി ആവട്ടെ, ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടി ആവട്ടെ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ ത്യജിച്ചിട്ട് ആ സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിരിക്കും. പക്ഷെ അവർക്ക് നല്ലത് വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ വിട്ടുകൊടുക്കുന്ന ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ആളാണ് നിങ്ങളെന്നും ഇവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എത്ര ബ്യൂട്ടിഫുൾ എനർജിയാണ് അല്ലേ അതാ. അങ്ങനെ ഒരു സാക്രിഫൈസിൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ആ എനർജിയാണ് കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നാറുണ്ട്. ഓക്കെ, കാരണം മറ്റുള്ളവർ മുന്നോട്ട് കയറിപ്പോകും. നമ്മൾ എസ്പെഷ്യലി ലേഡീസിനോടാണ് ഞാൻ പറയുന്നത്. അവിടെ ഒരുപാട് സാക്രിഫൈസ് വേണ്ട. നല്ല കുടുംബമാണ്, നമ്മൾ എല്ലാവരും തന്നെ സ്വല്പം സാക്രിഫൈസൊക്കെ ചെയ്യും. പക്ഷേ സ്വന്തം കാര്യവും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. സമോ കാർഡ്സ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഒപ്പീനിയൻ എന്താണ്, എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് കുറച്ച് കാർഡ്സ് കൊടുത്തായിട്ട്. 7 ഓഫ് കപ്സ്, Queen of Wands,
ഹൈ പ്രീസ്റ്റസ് അത് വരാതിരിക്കില്ല. പിന്നെ വേറെന്താണ്? വേൾഡ് Ace of Pentacles, 8 of Wands, 10 of Pentacles. രണ്ട് കാർഡോടെ എടുക്കാം കേട്ടോ. Strength and 3 of Cups. ബ്യൂട്ടിഫുൾ എനർജിയാണ്. ഒപ്പീനിയനൊക്കെ വളരെ നല്ലതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. ഓക്കെ, മേലോട്ട് വെക്കാം. 7 of Cups വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് തലയിൽ വെക്കുന്ന ഒരാളാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങളുടേതല്ലാത്ത കാര്യങ്ങൾ കൂടി നിങ്ങൾ ഏറ്റെടുത്ത് തീർക്കാൻ ശ്രമിക്കും ആ രീതിയിൽ. അപ്പോൾ മറ്റുള്ളവരെന്ത് ചെയ്യും? അവരുടെ ജോലിയും കൂടെ നിങ്ങളുടെ തലയിൽ വെച്ച് തന്ന് ആവശ്യമില്ലാതെ സ്ട്രെസ് എടുക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നവർ കരുതുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ, പുതിയ ഒരു ഓപ്പണിംഗ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നിൽക്കാറൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അത് ഏറ്റെടുത്ത് ചെയ്യാൻ ശ്രമിക്കും. അതും അവർ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പുതിയൊരു സംഭവം ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ പെട്ടെന്ന് അത് ആലോചിച്ച് നിൽക്കുമെന്നില്ല, നമുക്ക് ചെയ്തു നോക്കാം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരാളും കൂടെയാണ് നിങ്ങളെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് വാൻഡ്സ് വെച്ച് നിങ്ങൾ വളരെ ധൈര്യമുള്ള, കോൺഫിഡൻ്റ് ആയിട്ടുള്ള, മുഖത്ത് നോക്കി കാര്യം പറയാൻ ധൈര്യമുള്ള, ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള, സമ്പാദ്യമുള്ള, സ്വയം സമ്പാദിക്കുന്നുണ്ടാവും. നിങ്ങളുടെ താഴെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തം ബിസിനസ്, അങ്ങനെയൊക്കെ സ്വയം പര്യാപ്തതയുള്ള ഒരാളാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോട് അവർക്ക് ബഹുമാനവും തോന്നാറുണ്ട് ആ കാര്യത്തിൽ. നിങ്ങൾ കാണാനും നല്ലൊരാളായിരിക്കണം കേട്ടോ. നിങ്ങളുടെ സംസാരമൊക്കെ വളരെ നല്ലതാണ്. മറ്റുള്ളവരെ പറഞ്ഞ് വഴിക്ക് കൊണ്ടുവരാൻ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റി ചെയ്യാറുണ്ട് എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇത് ഞാൻ എപ്പോഴും പറയും, ഇത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം, ഇതിലേതാണോ റിലേറ്റ് ആവുന്ന അങ്ങനെ എടുത്തോളാം കേട്ടോ. ഒന്നുകിൽ നിങ്ങൾ ഒരുപാട് ടാരോ കാണാറുണ്ട്, ഒരുപാട് ടാരോ. അപ്പോൾ ഇവർ വിചാരിക്കേണ്ട ഇവർക്ക് ഇത് തന്നെയാണോ പണി, ഏത് നേരവും ടാരോ കണ്ടിരിക്കൽ തന്നെയാണോ പണി എന്ന് തോന്നാറ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറയേണ്ട, ഇന്ന് ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ഷോർട്സ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇന്നത്തെ റീഡിങ്ങിൽ ഇന്നതാണ് വന്നത്, അങ്ങനെയാണോ, ഇപ്പം നിനക്ക് വേറെ പണിയില്ലേ എന്ന് ഇവർ ചോദിക്കുന്നുണ്ടാവും. ഓക്കെ, എനിക്കും ചെയ്താൽ കിട്ടുന്നുണ്ടാവുമോ? ഓക്കെ, അപ്പോൾ അങ്ങനെ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ടാരോ റീഡർ ആയിരിക്കാനും സാധ്യതയുണ്ട്, കാരണം ഓവർലി ടാരോ ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ തന്നെ ഒരു ടാരോ റീഡറോ ഓക്കൾട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളായിരിക്കണം. ആസ്ട്രോളജി, ന്യൂമറോളജി, ടാരോ അങ്ങനത്തെ വകുപ്പിൽപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ കൂടുതലായിട്ടും ചെയ്യുന്ന ഒരാളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കേട്ടോ. അതിനെക്കുറിച്ച് ഇവർ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളായിരിക്കും പറയണ്ടാവുക, നിങ്ങളുടെ പേഴ്സണാണ് ടാരോ റീഡർ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏത് നേരം ഇത് തന്നെയാണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അങ്ങനെയും ആയിരിക്കാം കേട്ടോ. എന്തായാലും ടാരോ നിങ്ങളുടെ ലൈഫിൽ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഒപ്പീനിയൻ അതാണ്. നിങ്ങൾ ഒരുപാട് ടാരോ കാണുന്നു എന്നുള്ള രീതിയിൽ അവർ പറയുന്നതായിട്ട് കാണുന്നു കേട്ടോ. ദ വേൾഡ് വെച്ചിട്ട് നിങ്ങൾ യാത്രകൾ ഒരുപാട് ചെയ്യുന്ന ഒരാളായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് യാത്ര ചെയ്ത് മതിയാവില്ലേ, ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കലാണോ പണി എന്ന്. അത് ഒരു പക്ഷേ ജോലി സംബന്ധമായിട്ടായിരിക്കും നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഈ യാത്ര മടുപ്പുണ്ടാക്കില്ലേ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവും കേട്ടോ. ഇങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് യാത്ര ചെയ്യുമല്ലേ, ഇത് മടുപ്പ് വരില്ലേ മനുഷ്യന് ഇങ്ങനെ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ടാവും. അതേപോലെ ഇങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ, ഇത്രയൊക്കെ യാത്ര ചെയ്യാൻ എന്നെ കൊണ്ടാണേ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കില്ലേ, അത്രയേ ഉള്ളൂ അവിടെ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങൾ പുതിയ തുടക്കങ്ങളെ ഭയപ്പെടാത്ത ഒരാളാണ് എന്നും ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഒരു പുതിയ ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യണം, അതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തീരുമാനം എടുത്ത് നിങ്ങൾ ചെയ്യും. ആ ചെയ്യുന്നതെല്ലാം സക്സസ് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ആലോചിച്ചുകൊണ്ടിരിക്കുകയൊന്നുമില്ല, നിങ്ങൾ പെട്ടെന്ന് തന്നെ കാര്യം, പക്ഷെ ആലോചിച്ച് മാത്രമേ ചെയ്യുള്ളൂ, ക്ഷമയോടെ മാത്രമേ കാര്യം ഡീൽ ചെയ്യുള്ളൂ. പക്ഷെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് പ്രാവർത്തികമാക്കാൻ ഭയപ്പെടാറില്ല, അതിൽ നിന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടാറുമുണ്ട് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ഫൈനാൻഷ്യൽ റിട്ടേൺ
ഫൈനാൻഷ്യൽ എന്താ പറയുക ലാഭം നിങ്ങൾക്ക് കിട്ടാറുമുണ്ട് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതായത് നിങ്ങൾ എഫിഷ്യൻ്റ് ആണ് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ സംസാരം വളരെ നല്ലതാണ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഭയങ്കര നല്ലതാണ് എന്ന് ഇവർ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് ആൾക്കാരെ സംസാരിച്ച് വഴിക്ക് കൊണ്ടുവരാനൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം കേട്ടിരിക്കാൻ ആൾക്കാർക്ക് പൊതുവെ ഇഷ്ടമാണ്. എന്ത് രസമായിട്ടാണ് അവർ സംസാരിക്കുന്നത് നമ്മൾ പറയില്ലേ, അങ്ങനെ അവരുടെ ശബ്ദം, നിങ്ങളുടെ ശബ്ദം നല്ലതായിരിക്കും. അങ്ങനെ നിങ്ങളുടെ സംസാരം കേട്ടിരിക്കാൻ എത്ര നല്ലതാണ് എന്നൊക്കെ തോന്നുന്നുണ്ടാവും. അത് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തയായിരിക്കാം, നിങ്ങളുടെ ചിന്തയായിരിക്കാം കേട്ടോ. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്ററാണ് നിങ്ങൾ എന്നിവർ ചിന്തിക്കുന്നത്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒരു പക്ഷേ കുറച്ച് സ്പീഡിൽ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ കുക്കിംഗ് ആണ്, അടുക്കളയിൽ ചെയ്യുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു സ്പീഡ് ഉണ്ടായിരിക്കും ചെയ്യുന്നതിന്. ഇപ്പോൾ ഒന്ന് ഓഫീസിൽ ജോലി ചെയ്യുന്നതാണ്, ഇവരുടെ അടുത്ത് കൊടുത്താൽ പെട്ടെന്ന് കാര്യം ഫിനിഷായി കിട്ടും, അങ്ങനെ നമ്മൾ ചിന്തിക്കില്ല. നിങ്ങളുടേതായിട്ടുള്ളൊരു താളത്തിലാണ് നിങ്ങൾ എന്ത് ജോലി ആയാലും ചെയ്യുന്നത്. വീട്ടിലായാലും ഓഫീസിലായാലും എല്ലാം നിങ്ങൾക്കൊരു ഒരു 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 സ്പീഡുണ്ട്, ഒരു മിനിമം സ്പീഡുണ്ട്. നിങ്ങൾക്ക് അതിൽ പതുക്കെ ചെയ്യാൻ അറിയില്ല. നടക്കുന്നതായാലും സ്പീഡിലായിരിക്കും, അങ്ങനെയൊക്കെ സംസാരം സ്പീഡിലായിരിക്കും, ചിന്തകൾ സ്പീഡിലായിരിക്കും. അങ്ങനെ പൊതുവേ സ്പീഡ് ലൈഫിലുള്ള ഒരാളാണ് നിങ്ങൾ. ഓക്കെ, മൂവ്മെൻറ്റ്സ്, ഇതേപോലെ യാത്രകൾ, നിങ്ങൾ വണ്ടിയൊക്കെ ഓടിക്കുകയാണെങ്കിൽ സ്പീഡിലായിരിക്കും ഓടിക്കുന്നുണ്ടാവുക, അങ്ങനെയൊക്കെ. ഓക്കെ, അങ്ങനെ ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കുടുംബത്തിന് 10 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് കുടുംബത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്ന് ഇവർ കരുതുന്നുണ്ട്. കുടുംബത്തിൻ്റെ പ്രൊട്ടക്ഷൻ, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, പൈസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യുക, ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക, ഫാമിലിയിൽ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക, അങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്യാറുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നു. ഓക്കെ, അവർ എല്ലാവരെയും ഒന്നിച്ച് കൂട്ടി നിർത്തി, കുടുംബത്തിനെ ഒന്നിച്ച് കൂട്ടി നിർത്തി കൊണ്ടുപോകുന്ന ഒരാളാണ് എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. 3 ഓഫ് കപ്സ് വെച്ച് നിങ്ങളൊരു വളരെ നല്ല ഫ്രണ്ടാണ് എന്നും ഇവർ കരുതുന്നു. ഒരുപക്ഷെ ഇവരുടെ ഫ്രണ്ട് അല്ല, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സ് ഇവർ കാണുന്നുണ്ടാവുമല്ലോ. ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഒരാളായിരിക്കണം നിങ്ങൾ, അങ്ങനെയും ആവാം. ഒരുപാട് ഫ്രണ്ട്ഷിപ്സ് ഉള്ള ഒരാളായിരിക്കണം. എല്ലാവരോടും എത്ര നന്നായിട്ടാണ് ഇവർ പെരുമാറുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ. ദൂരെ മാറി ഇവർക്ക് നിങ്ങളെ ഓൾറെഡി അറിയാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള ഒരാളാണെങ്കിൽ അവിടെയും അവർ ചിന്തിക്കേണ്ടത് അത് നിങ്ങൾ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണെന്ന്. അതുപോലെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളവരാണ്. അതിൽ പുറമേ നിന്ന് നോക്കുന്ന ഒരാളാണെങ്കിൽ ഒരു വിചാരിക്കേണ്ട ഫ്രണ്ട്സ് ഒരുപാട് പേരുള്ളതാണ് നിങ്ങൾക്ക്. അവരോടൊക്കെ നിങ്ങളുടെ പെരുമാറ്റം വളരെ മനോഹരമായിട്ടായിരിക്കും. അതൊക്കെ ഇവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ട്രെങ്ത് വെച്ച് വളരെ എന്താ പറയുക, ക്ഷമയോടുകൂടി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. എന്ത് തീരുമാനമായാലും എടുത്ത് ചാടി തീരുമാനിക്കില്ല, ഒന്ന് സമാധാനമായി ഇരുന്ന് ആലോചിച്ച്, പക്ഷെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രാവർത്തികമാക്കാനും നിങ്ങൾക്ക് മടിയില്ല. ഓവർ തിങ്കിങ് ഉണ്ട് എന്ന് തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞാൽ നിങ്ങളൊരു തീരുമാനം എടുക്കും. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കും എന്ന് തന്നെ ഇവർ കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ മെസ്സേജസ് വേണോ? ഇപ്പോൾ എല്ലാ റീഡിങ്ങിലും ഞാനൊരു കുറച്ച് മെസ്സേജസ് ടാരോന്ന് തന്നെ എടുത്ത് തരാറുണ്ട് അല്ലേ. അതും കൂടെ എടുത്തിട്ട് നമുക്ക് നിർത്താം അല്ലേ. നല്ല ഒപ്പീനിയൻ തന്നെ അല്ലേ നിങ്ങളുടെ പേഴ്സന് നിങ്ങളെ പറ്റിയിട്ട്. അങ്ങനെ ഒരു മോശപ്പെട്ട അഭിപ്രായമൊന്നും ഞാനിവിടെ കണ്ടില്ല അല്ലേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് മെസ്സേജസും കൂടെ നോക്കിയിട്ട് നിർത്താം. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മെസ്സേജസ് എന്താണ്, അവർക്കായിട്ടുള്ള ഇന്നത്തെ മെസ്സേജസ് എന്താണ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മെസ്സേജസ് എന്താണ്. ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മെസ്സേജസ് എന്താണ്. The Wheel of Fortune, Devil, Queen of Pentacles, Ace of Pentacles, okay, Hermit, Ace of Wands, Star, Two of Cups, Lovers, Ace of Cups, Wood,
9 of Pentacles. Okay. 7 of Cups. Okay. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന പേജ് ഓഫ് കപ്സ്. അതിൻ്റെ തൊട്ട് താഴെ 5 ഓഫ് കപ്സ് ആയിരുന്നു കേട്ടോ. എടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സമയവും മാറി വരും. നിങ്ങളൊരു സ്റ്റക്ക് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ ഈ സമയവും മാറി ഒരു ഗുഡ് ലക്ക് ടൈം നമുക്ക് നമ്മളുടെ ലൈഫിൽ വരും എന്ന് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് കേട്ടോ. ഡെവിൾ വെച്ചിട്ട് നിങ്ങളെപ്പറ്റി വളരെ ഒബ്സസ്ഡായിട്ട് ഒരു അഡിക്ഷൻ പോലെ നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ട്. അവർക്ക് വളരെ ഇഷ്ടമാണ്, നിങ്ങളെ തന്നെയാണ് ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒബ്സസ്ഡ് തോട്ട്സ് ആണ്. മാനിഫെസ്റ്റേഷനേക്കാളും ഒബ്സസ്ഡ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പോലെ. നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു 5 മിനിറ്റ് കോൾ വന്നില്ലെങ്കിൽ നെർവസ് ആവുന്ന അത്രയും നിങ്ങൾ വിട്ടു പോവാണോ, അങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സൊക്കെ ഇവർക്ക് വരാൻ തുടങ്ങും. ഒരു ദിവസം നിങ്ങൾക്ക് വിളിക്കാൻ പറ്റിയില്ല, പിന്നെ അത് ആകെ കൺഫ്യൂഷനായി, അങ്ങനെയൊക്കെ സ്നേഹം കൂടിയിട്ട് ഉള്ള ഒരു ഒബ്സഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഉള്ള ഒരു സംശയമായി, പ്രശ്നം ഉണ്ടാക്കലായി, അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഒബ്സഷൻ. അത്രയും ഒബ്സസ്ഡാണ് നിങ്ങളെ പറ്റിയിട്ട് എന്നിവർ പറയുന്നു. ഓക്കെ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളെപ്പറ്റി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതേപോലെ അതായത് ഫൈനാൻസസിലും കൂടി അവർ ഇത്തിരി ശ്രദ്ധിക്കുകയാണ്. അവർക്ക് ജോലി സംബന്ധമായ ചില തിരക്കുകളുണ്ട്. ഇമോഷണലാണ് നിങ്ങളെ പറ്റിയിട്ട്. ഓക്കെ. ഫൈനാൻസസിലും കൂടി ശ്രദ്ധിച്ചേ പറ്റൂ. തൽക്കാലം ജോലിയിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ്. അതിനെക്കുറിച്ച് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. സേവിങ്സിനെ കുറിച്ചൊക്കെ കുറച്ച് ആലോചിക്കണം. അതുകൊണ്ട് തന്നെ അതിൽ ജോലിയിൽ ഇത്തിരി ഫോക്കസ് ചെയ്യാണ് എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുമായൊരു പുതിയ ബീനിങ് വേണം എന്നിവർ ആലോചിക്കുന്നുണ്ട്. അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഹെർമിറ്റ് വെച്ച് അവർക്ക് ആകെ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ്. ഒരു ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും ഇവർക്ക് മാനസികമായിട്ട് ഇവരാകെ ഒരു ഒറ്റപ്പെട്ട സിറ്റുവേഷനിലാണ് എന്നിവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഏസ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളുമായൊരു പുതിയ റൊമാൻറ്റിക് ബീനിങ് വേണം എന്നിവർക്ക് ആഗ്രഹമുണ്ട്. അത് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട്. സ്റ്റാർ വെച്ച് നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു ലക്കി ചാമാണ്. നിങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് എന്താ പറയുക, നല്ല കാര്യങ്ങൾ ഇവർക്ക് ഇവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും പ്രകാശമുള്ള ഒരു സാന്നിധ്യമാണ് ഇവരുടെ ലൈഫിൽ എന്നിവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. 2 ഓഫ് കപ്സ് വെച്ച് ഒരു റീയൂണിയനുള്ള സാധ്യത നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഓക്കെ. ഒന്നുകിൽ അടുത്ത ഒരു 3 ദിവസത്തിനകം, 2 അല്ലെങ്കിൽ 3 ദിവസത്തിനകം നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കാണാനും സംസാരിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇവർക്ക് നിങ്ങളെ കാണണം, ഇവർ റീയൂണിയൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം, കുറച്ച് നേരം ഒന്നുമില്ലെങ്കിലും പരസ്പരം ഒന്ന് കാണുകയെങ്കിലും വേണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളോട് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ലവേഴ്സും ഏസ് ഓഫ് കപ്സും രണ്ടും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അവിടെ ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട്. ഓക്കെ. ദേ വോണ്ട് ടു സേ ഐ ലവ് യു കേട്ടോ. മനസ്സ് നിറഞ്ഞു കവിയുന്ന അത്രയും സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് തോന്നാറുണ്ട് നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നൊക്കെ. അത്രയും ഒരു സ്നേഹം, എന്താണ് ഇത്രയും ആത്മബന്ധം തോന്നാൻ എന്ന് തോന്നുന്ന അത്രയും, ആലോചിക്കുന്ന അത്രയും ഒരു ക്ലോസ്നെസ് ഇവർക്ക് നിങ്ങളുടെ അടുത്തുണ്ട്. അത് ഇവരോട് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. 9 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഇവർക്ക് ലൈഫിൽ എന്തോ ഒരു അബണ്ടൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ അവരെന്തോ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചതായിരിക്കാം. അത് എന്തോ അവരെ സന്തോഷിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാകണം എന്നിവർ ആലോചിക്കുന്നുണ്ട്. 7 ഓഫ് കപ്സ് വെച്ചിട്ട് അവർക്ക് അവരുടെ ജോലിയിലും കൂടി തിരക്കാണ്. അതിലും കൂടി ഇത്തിരി ശ്രദ്ധിച്ച് മതിയാകൂ എന്നിവർ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിത് കാണുന്ന സമയം അവരൊരു പക്ഷേ ജോലിയിലായിരിക്കും, തിരക്കിലാണ്. തിരക്ക് കഴിയുന്ന സമയം തീർച്ചയായും നിങ്ങളെ കാണാൻ വരുമെന്ന് തന്നെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരാനുള്ള എല്ലാ സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കോള് വരാൻ സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഇവർ പറയുകയാണ് നിങ്ങളോട് അവർക്ക് മെസ്സേജോ കോളോ
അവരെ കോണ്ടാക്ട് ചെയ്യാനോ ഒക്കെ അവർ നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുകയാണ് പേജ് ഓഫ് കപ്സ് വെച്ചിട്ട്. എന്തായാലും പരസ്പരം നിങ്ങൾ രണ്ടുപേരും തന്നെ ഓൺലൈൻ ആക്ടിവിറ്റീസ്, അതായത് വാട്സാപ്പ് ആവട്ടെ, അപ്പോൾ ഒരു DP ചേഞ്ച് ചെയ്താൽ അത് നോക്കുക, അപ്ഡേറ്റ് ഇട്ടാൽ അത് നോക്കുക, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എനി അതർ സോഷ്യൽ മീഡിയ എല്ലാത്തിലും തന്നെ നിങ്ങൾ പരസ്പരം ഫോളോ ചെയ്യുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ മെസ്സേജസ്. ബാക്കി മെസ്സേജസ് ഷോർട്സിൽ കിടക്കേണ്ട, അതിൽ പോയി കണ്ടോളൂ കേട്ടോ, ഇന്നത്തെ ഷോർട്സിൽ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ. എന്നാലേ നമ്മുടെ ചാനലിന് റീച്ച് കിട്ടുള്ളൂ. നമ്മുടെ വീഡിയോസിന് കൂടുതൽ റീച്ച് കിട്ടണമെങ്കിൽ ഹൈപ്പും കൂടെ ചെയ്യണേ. വേറെ എന്താണ്, അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ടവർ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം, കോണ്ടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, കഴിയുന്നതും പരമാവധി ഞാൻ അന്ന് തന്നെ റിപ്ലൈ ചെയ്യാറുണ്ട്. അഥവാ എന്തെങ്കിലും കാരണവശാൽ ഡിലേ വരികയാണെങ്കിൽ അറ്റ് ദ മോസ്റ്റ് നെക്സ്റ്റ് ഡേ കേട്ടോ, അതിൻ്റെ അപ്പുറം ഒന്നും പോവില്ല. ഓക്കെ, അങ്ങനെ ഒരുപാട് ഡിലേ വരുമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറയും കേട്ടോ. അത്രയൊന്നും ഡിലേ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു റീഡിങ് ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, മെയിനായിട്ട് ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം രക്ഷിക്കട്ടെ. ബൈ.